ഹലോ. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാനൊരു ഫോൺ വാങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ പഴയ ഫോണ് അലമാരയിനകത്ത് വെച്ചിട്ട് എൻ്റെ അലമാരയിനകത്ത് വെച്ച് ഞാൻ ലോക്ക് ചെയ്തായിരുന്നു സംഭവം. പക്ഷേ താക്കോൽ അതിൽ തന്നെ വെച്ചായിരുന്നു. എന്നിട്ട് എൻ്റെ പുതിയ ഫോണിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിം എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്തെ സ്കൂളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കാലത്തെ ജോലികളെല്ലാം തീർത്തപ്പോഴത്തേക്കാണ് ആമിയുടെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുന്ന ആമിക്ക് ഇന്ന് ക്ലാസ് ഇല്ലയെന്ന്. അപ്പോൾ ആമി എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇത്രയും നേരം ആമിയും ഞാനും കൂടെ അവിടെ ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ കാലത്തെ തീർന്നല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് രണ്ട് പേര് കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് അതുണ്ടോ എന്നൊക്കെ നോക്കി പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ആ റൂമിലോട്ട് പോയപ്പം ഇദ്ദേഹം ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇദ്ദേഹം ഇവിടെ ഇരുന്ന് കളിക്കുക എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അതിനകത്തിരുന്ന് ആൾക്കാർ ചോദിച്ചതിൻ്റെയൊക്കെ ഫോട്ടോ സാധനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ നോക്കി ഫോട്ടോസൊക്കെ അയച്ചിട്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഞാനിവിടെ വന്ന് മോൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ സ്കൂളിൽ ക്ലാസ് ഇല്ല, ട്യൂഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളിലെ മെസ്സേജ് നോക്കാൻ വേണ്ടി ഞാനിങ്ങനെ നെറ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് ചറപറാന്ന് എൻ്റെ ഫോണിൽ കുറേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേ മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സംഭവം എൻ്റെ അക്കൗണ്ടിൽ കുറേ റീൽസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം പലതരത്തിലുള്ള ഭാവങ്ങളിലും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച ദൈവമേ, ഇത് എപ്പോഴെങ്കിലും എൻ്റെ ഫോണിൽ എടുത്തിട്ടതായിരിക്കും. ഈ ഫോണൊക്കെ മാറ്റിയപ്പോൾ എൻ്റെ അക്കൗണ്ട് ഹാക്കായി ആരോ എടുത്തിട്ടുള്ള പരിപാടിയാണ്. എനിക്ക് പെട്ടെന്ന് കണ്ണിലൊക്കെ ഇരുട്ട് കയറുമ്പോഴേക്ക് തോന്നി കേട്ടോ. കാരണം വേറെ ആരോ അങ്ങനെ ചെയ്ത ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ അങ്ങനെ എന്തെങ്കിലും റീൽസ് അങ്ങനെ എൻ്റെ കൈതട്ടി അങ്ങനെ പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവമേ എൻ്റെ ഫോണിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഹാക്കായത് തന്നെയാണെന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ആമി ഇരുന്ന സ്ഥലത്ത് ആമിയെ കാണുന്നില്ല. ആമി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ റൂമിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ടി വിയുടെ മുമ്പേ ഒന്നും ആമിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് രണ്ട് കാലുകൾ കാണുന്നു കട്ടിലിൻ്റെ അടിയിൽ. അങ്ങനെ ഞാൻ ആ കാലിൻ്റെ പിറക്കെ വന്ന് ഇവിടെ നോക്കിയപ്പം കട്ടിലിൻ്റെ അടിയിൽ കയറി കമന്ന് കിടന്നിട്ട് ഫോണിൽ കളിയാണ് സംഭവം. ആ ഫോണിലൊരു സിമ്മുണ്ട്, ബിസിനസ് അക്കൗണ്ടിൻ്റെ സിമ്മാണ്, അത് കട്ടായി കിടക്കുന്ന സിമ്മാണ്. അപ്പോൾ ഇവളത് എടുത്താലും ഞാൻ വിചാരിച്ച അതിനകത്ത് ഒന്നും ഇല്ലല്ലോ, നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അവളൊന്നും എല്ലാം നോക്കിയിട്ട് വെക്കുമെന്ന് വിചാരിച്ച്, നെറ്റില്ലല്ലോ എന്ന് വിചാരിച്ച്. സംഭവം ഈ വോഡഫോൺ ഐഡിയക്കാർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫ്രീ ആയിട്ട് നെറ്റും കോളും തരും. കാരണം റീചാർജ് ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. കഷ്ടകാലത്തിനെങ്ങോ ഇവള് നെറ്റ് ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഇവർ നെറ്റ് കൊടുത്ത് ആ സമയം നോക്കി ഈ റൂമിനകത്ത് വന്നിട്ട് കുറേ റീൽസ് സ്വന്തമായിട്ട് എടുത്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കളിക്കുകയാണ് കേട്ടോ. എന്നെ കണ്ട് ഞാനൊരു വിളിച്ചതും ഫോൺ ഇങ്ങെടുത്ത് കട്ടിലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇത് അപ്പോഴത്തൊട്ട് കിടക്കുന്ന കിടപ്പാണിത്. 10-15 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഇത് തുണിക്കെട്ടല്ല കേട്ടാ, ഇത് ബെഡ്ഷീറ്റല്ല, ഇതിനകത്തൊരാളിതാ ഇങ്ങനെ കിടപ്പുണ്ട്. ആമിക്കുട്ടാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സംഭവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫോണിൽ നിന്ന് പെട്ടെന്ന് എടുത്തിട്ട് ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത്. ഏതാണ് ഈ ഇട്ട റീൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാ സകലമാന കിടുപിടികളും ഇവൾ അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുള്ള സകലമാന കിടുപിടികളും ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് ഞാൻ ഫോൺ അലമാരയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആമി അപ്പോഴത്തൊട്ട് വിളിക്കുകയാണ്. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. ആമി ഇങ്ങനെ പിണങ്ങി ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഇടയിൽ കിടന്ന അടി കിട്ടൂലെന്നാകണ്ട എന്തോ ചിന്തയുണ്ട്. അങ്ങനെ കയറി കിടക്കുകയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി നേരത്തേക്കാണെങ്കിലും ഞാൻ അനുഭവിച്ച ടെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതെനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയാൻ വയ്യ. കാരണം എൻ്റെ ഫോണിൽ നിന്ന് ഞാനൊന്നും ഇട്ടിട്ടുമില്ല. എൻ്റെ പേരിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും പെട്ടെന്നൊരു ഒരു വെപ്രാളം വരും. എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ വയ്യാതെ ആവൂലേ, ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫോണൊക്കെ അവരെ കയ്യിൽ കൊടുത്തിട്ട് പോയി ഇവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി അതുപോലെ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ എൻ്റെ കൊച്ചിന് ഇന്നൊരു അബദ്ധം പറ്റിയതാണ്. അപ്പം ഞാൻ ഫോൺ പിടിച്ച് വാങ്ങി എല്ലാം ഡിലീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ കിടക്കുകയാണ്. ആമിപ്പന്നെ വാ, നമുക്കിന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളും കൊണ്ട് വാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആമിയെ കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആമി സോറി പറഞ്ഞ അമ്മ മിണ്ട. സോറി പറയടി കള്ളി. ഇതാ നിന്നെ വിളിക്കുന്നു, ഇങ്ങോട്ട് നോക്കിയാണ്. അയ്യോ കരയാണ് കേട്ടോ, അതാ അയ്യോ അപ്പം എൻ്റെ കൊച്ച് കരയാണ് കേട്ടോ. അതാ കാണിച്ചു തരാം. അതാ ബെഡ്ഷീറ്റൊക്കെ നനഞ്ഞിട്ടുണ്ടേ, കരയാണ്, ആത്മാർത്ഥമായിട്ട് കരയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
തുഴഞ്ഞു തുഴഞ്ഞ് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാറി പൊടി എന്നൊക്കെ വിളിക്കുമെങ്കിലും എൻ്റെ കൂടെയാണ് സ്നേഹം കൂടുതൽ. നോക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.